ദൈവത്തിനെന്തിനാ പേര്? 2 ദിവസമായി സാറിനെ ലൈബ്രറി കണ്ടില്ല. ആകെ അസ്വസ്ഥയായി. ലൈബ്രറിയനോട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് സുഖമില്ലാതെ ഇരിക്കുകയാണെന്ന് മാത്രം അറിയാൻ കഴിഞ്ഞു. വീട്ടിലേക്ക് പോകുന്ന ദിവസമായി. ഇനിയുള്ള 2 ദിവസങ്ങൾ കുട്ടിയമ്മയുടെ കൂടെ നിൽക്കാമല്ലോ എന്ന സന്തോഷമായിരുന്നു മനസ്സിൽ. കുട്ടിയമ്മ ഉണ്ടാക്കിയ മീൻകറി കഴിക്കണം. വീടിൻ്റെ കിഴക്കേ പാടത്ത് പോയി ആമ്പൽ കിഴങ്ങുകൾ പറിക്കണം. ആ പാടവരമ്പത്തൊക്കെ ചുറ്റി നടക്കണം. പിന്നെ ലൈബ്രറിയിൽ നിന്നെടുത്ത 2 പുസ്തകങ്ങൾ വായിച്ചു തീർക്കണം. വീടിൻ്റെ കിഴക്കുവശത്ത് കായലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പാടമുണ്ട്. അതിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു ചിറയും അറ്റത്തായി ഒരു കടമ്പ മരവുമുണ്ട്. മരച്ചോട്ടിലിരുന്നാൽ കായലിലൂടെ മെല്ലെ നീങ്ങുന്നതായി തോന്നും. ആ ചിറയിൽ അച്ചിങ്ങാവള്ളികൾ പടർന്നു കിടന്നിരുന്നതുകൊണ്ടാവാം അവിടമാകെ അച്ചിങ്ങാപ്പയറിൻ്റെ മണമാണ്. ഇടയ്ക്കൊക്കെ അവിടെ ഇരിക്കുന്ന പുസ്തകം വായിക്കാറുണ്ടായിരുന്നു. ഈ വരവിൽ അവിടെയൊക്കെ പോകണം. കോളേജിൽ നിന്ന് പോരുമ്പോൾ ഇതൊക്കെയായിരുന്നു ചിന്ത. പെട്ടെന്ന് മനസ്സ് ഹരിസാറിൻ്റെ ഓർമ്മകളിലേക്ക് പോയപ്പോൾ സങ്കടം വന്നു. തിരികെ കോളേജിലെത്തുമ്പോൾ സോണിയെയും കൂട്ടി സാറിനെ കാണാൻ പോകണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. തുറവൂർ സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ബസ് സ്റ്റോപ്പിന് മുന്നിലെ 4 കവല കഴിഞ്ഞു വേണം ഓട്ടോ സ്റ്റാൻഡിലെത്താൻ. അവിടെ നിന്നും 2 കിലോമീറ്ററോളം ഉള്ളിലാണ് വീട്. ഓട്ടോ സ്റ്റാൻഡ് ലക്ഷ്യമാക്കി നടക്കുകയായിരുന്നു. കവലയുടെ ഒത്ത നടുക്കത്തെത്തിയതും അപ്രതീക്ഷിതമായി പിന്നിലേക്ക് മറിഞ്ഞു വീണു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. എന്നെയും കാലിനെയും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന ബെൽറ്റ് പൊട്ടിപ്പോയതായിരുന്നു കാരണമെന്ന് പിന്നീട് മനസ്സിലായി. വീണിടത്തു നിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. നോക്കുമ്പോൾ ഇരുവശത്തുമായി ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങൾ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു ഇടതുഭാഗത്തെ ശൂന്യത തിരിച്ചറിഞ്ഞത്. കാൽ എന്നിൽ നടന്ന് അല്പം ദൂരെ മാറിക്കിടക്കുന്നു. കയ്യിലിരുന്ന ബാഗും തെറിച്ചു പോയിരുന്നു. അവിടെ കൂടിയ മനുഷ്യരൊക്കെ അന്താളിപ്പോടെ നോക്കി നിൽക്കുകയും ചിലരൊക്കെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ആൾത്തിരക്കിനിടയിൽ പലരും മാറിക്കിടന്നിരുന്ന കാൽ കണ്ടില്ല. വീണതിനേക്കാളും അനാഥമായി റോഡിൽ കിടന്നിരുന്ന കാലിനെ ഓർത്തായിരുന്നു ഹൃദയം തകർന്നു പോയത്. ആൾക്കൂട്ടത്തിന് നടുവിൽ വ്യവസ്ഥയാക്കപ്പെട്ടവളെ പോലെ കിടന്നു. കണ്ടു നിന്ന ആളുകൾക്ക് മാത്രമായിരുന്നല്ലോ അതൊരു മരക്കാലായി തോന്നുക. എനിക്കത് നഗ്നമായ അരക്കെട്ടും തുടയുമായിരുന്നു. ആ കിടപ്പിൽ തന്നെ ജീവൻ പോയിരുന്നെങ്കിലെന്ന് ദൈവത്തോട് കേണപേക്ഷിച്ചു കൊണ്ടിരുന്നു. ചുറ്റും സഹതാപം നിറഞ്ഞ കണ്ണുകൾ മാത്രം. ഏതോ ഗ്രഹത്തിൽ നിന്നും അടർന്നു വീണ ജീവിയെ കണ്ടതുപോലെ എല്ലാവരും അങ്കലാപ്പോടെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു മനുഷ്യൻ അയാളുടെ 2 കൈകളും കൊണ്ട് എന്നെ കോരിയെടുത്തത്. ആ മനുഷ്യനൊരു ഓട്ടോയിൽ കൊണ്ടുചെന്നിരുത്തി. കാല് എന്ന് പറയുന്നുണ്ടായിരുന്നെങ്കിലും ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. നിമിഷങ്ങൾക്കകം ഒരു കൈയിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച കാലും മറുകൈയിൽ ബാഗുമായി അയാൾ തിരികെ വന്നു. കാല് അയാൾ കയ്യിൽ തന്നിട്ട് ബാഗ് അരികത്തായി വെച്ചു. ഓട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ട് കുഞ്ഞിൻ്റെ വീട് എവിടെയാണെന്ന് മാത്രം ചോദിച്ചു. അദ്ദേഹം ചോദിച്ചതിന് എന്ത് മറുപടി പറഞ്ഞെന്ന് പോലും ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പോൾ ഹൃദയത്തിൽ 1000 അഗ്നിപർവ്വതങ്ങൾ തിളച്ചുരുകി ഒലിക്കുകയായിരുന്നു. ഏതു നിമിഷവും ഹൃദയം പൊട്ടിത്തെറിക്കാവുന്ന തരത്തിൽ നെഞ്ചിടിപ്പ് വർദ്ധിച്ചുകൊണ്ടിരുന്നു. അല്പസമയത്തിന് ശേഷം അജ്ഞാതനായ മനുഷ്യൻ വീടിനടുത്തുള്ള റോഡരികിലായി ഓട്ടോ നിർത്തി. അയാളുടെ കയ്യിൽ വട്ടം കോരിയെടുത്തു. ചൂണ്ടിക്കാണിച്ച വഴിയിലൂടെ വീട്ടിലേക്ക് നടന്നു. എന്നെ കൊണ്ടുവരുന്നു കണ്ട അമ്മയും കുട്ടിയമ്മയും ഭയന്ന് ഓടി വന്നപ്പോൾ പേടിക്കാനൊന്നുമില്ല, കൊച്ചൊന്ന് വീണതാ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ തന്നെ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുചെന്നിരുത്തി. അദ്ദേഹം നെറുകയിൽ തലോടിക്കൊണ്ട് സങ്കടപ്പെടേണ്ട കുഞ്ഞെ, പഠിച്ച് വലിയ ആളാകണം കേട്ടോ എന്ന് പറഞ്ഞ് തിരികെ പോയി കാലും ബാഗും അമ്മയെ ഏൽപ്പിച്ചു. സങ്കടം സഹിക്കാനായില്ല. അതുവരെ പിടിച്ചു വെച്ചിരുന്ന കരച്ചിൽ ഒരു പ്രളയം പോലെ എന്നിൽ നിന്നും ഒലിച്ചിറങ്ങി. കുട്ടിയമ്മയും അമ്മയും ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്നു. സാധാരണ നിലയിലെത്താൻ കുറേ സമയമെടുത്തു. ആ രാത്രി മുഴുവനും ആൾക്കൂട്ടത്തിന് നടുവിൽ 2 കഷ്ണങ്ങളായി തെറിച്ചു കിടക്കുന്ന നിസ്സഹായയായ ചിത്രമായിരുന്നു മനസ്സ് നിറയെ. ഓർക്കുന്തോറും കണ്ണിൽ ഇരുട്ട് കയറിക്കൊണ്ടിരുന്നു. അവിടെ നിന്നും രക്ഷക്കായെത്തിയ ആ മനുഷ്യൻ ആരായിരിക്കാം? ഇതിനു മുമ്പ് അയാളെ കണ്ടിട്ടേയില്ലായിരുന്നു. ഇനി കാണുമ്പോൾ ആ മനുഷ്യൻ്റെ കൈവിരലുകളിൽ ഒന്ന് തൊടണം. നന്ദി പറയാൻ വാക്കുകൾ കിട്ടില്ലെന്നറിയാം. അയാളെ കാണുമ്പോൾ കരച്ചിൽ വരും. വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങും. എന്നാലും ആ മനുഷ്യനോട് സംസാരിക്കണം. മനുഷ്യൻ ദൈവമായി മാറുന്ന മാന്ത്രിക വിദ്യ അയാൾക്കറിയാമെന്ന് അദ്ദേഹത്തോട് പറയണമായിരുന്നു.
4 ദിവസം കഴിഞ്ഞാണ് തിരികെ കോളേജിലേക്ക് പോയത്. ഒറ്റയ്ക്ക് ബസ് കയറാൻ പേടിയായിരുന്നതിനാൽ അമ്മയും കൂടെയുണ്ടായിരുന്നു. തുറവൂർ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുന്നതിനിടെ വെയിറ്റിംഗ് ഷെഡിലെ ഭിത്തിയിലേക്ക് നോക്കിയതും ഒരു നിമിഷം ഹൃദയം നിലച്ചതുപോലെ തോന്നി. രക്ഷകനായ മനുഷ്യൻ്റെ ഫോട്ടോയുള്ള ചരമ അറിയിപ്പ് അവിടെ പതിച്ചിരുന്നു. ശരീരത്തിന് ചലനശേഷി നഷ്ടപ്പെട്ടതുപോലെ അവിടെ നിന്നു. അതിനിടെ പല ബസ്സുകളും മുന്നിലൂടെ കടന്നുപോയിരിക്കാം. പല മനുഷ്യർ വന്നുപോയിട്ടുമുണ്ടാകും. കണ്ണുകൾ നിറഞ്ഞ് കാഴ്ച മങ്ങിക്കൊണ്ടേയിരുന്നതിനാൽ മുന്നിലെല്ലാം അവ്യക്തമായിരുന്നു. ആ ചരമ അറിയിപ്പിലെ പേര് പോലും വായിക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിലും ദൈവങ്ങൾക്കെന്തിനാ പേര്, അല്ലേ?